ശ്രീകുമാർ, ഇപ്പോൾ ലാസ്റ്റ് ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, പ്രതിപക്ഷത്തിന് പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആയിരിക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ ഭരണമാണ്, UDF ഭരണമാണ് ഉള്ളതെങ്കിൽ അപ്പോൾ മന്ത്രിയായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഇത്രയും അധികാരത്തിൽ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ അതിലപ്പുറം ചെയ്യാവുന്നൊരു സാഹചര്യം അയാൾ സൃഷ്ടിക്കുമായിരുന്നില്ലേ എന്നൊരു ആശങ്ക അവിടെ നിൽക്കുന്നു. ഇവിടെ നമ്മൾ പല ദിവസങ്ങളിലായി ചർച്ച ചെയ്ത കസ്റ്റഡി മർദ്ദനങ്ങളുണ്ട്. ലോക്കപ്പ് മർദ്ദനം കൂടിയല്ല, കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും നടയടിച്ചിട്ടാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ആ ദൃശ്യങ്ങളടക്കം ഈ സ്റ്റേഷനുകളിൽ നിന്നും CCTV ദൃശ്യങ്ങളടക്കം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നിരവധി കേസുകൾ, അരക്ഷിതരായ ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഇവിടെ വരികയാണ്. അപ്പോൾ നാളെ ഞങ്ങൾ വന്നാൽ നിങ്ങൾക്ക് കാക്കിക്കുപ്പായം ഉണ്ടാകില്ല എന്ന വെല്ലുവിളിയോടുകൂടി അവസാനിക്കുകയാണോ? യൂത്ത് കോൺഗ്രസിനൊരു അധ്യക്ഷൻ എവിടെ? നാളെ വരും, മറ്റന്നാൾ വരുമെന്ന് പറഞ്ഞിട്ട് അതിൽ പോലും തീരുമാനമെടുക്കാൻ ഈ പാർട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ ഭരണത്തിലേക്ക് വരും? സ്മൃതി, ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് ഉള്ള നമ്മുടെ ലാസർ ഷൈൻ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എനിക്കറിയില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞതിൽ നിന്നും അദ്ദേഹം ഒരു കോൺഗ്രസ് വിമർശകനാണെന്ന് മനസ്സിലായി. അദ്ദേഹം ആദ്യം മനസ്സിലാക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് ആണ് ഈ കസ്റ്റഡി മരണം പുറത്തു കൊണ്ടുവന്നത്. കുന്നംകുളത്ത് വിവരാവകാശ നിയമം അതൊരു സമരമാർഗമാണ് സുഹൃത്തെ. വിവരാവകാശ നിയമപ്രകാരം പോരാടിക്കൊണ്ട് മുട്ടുകുത്തിച്ചിട്ടാണ് ആ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അതൊന്നാമത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ബൗദ്ധികമായ ഒരു സമരം. രണ്ടാമത്, ഇന്ന് പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ നടക്കുന്ന അടിയും പിടിയും ബഹളമൊന്നും താങ്കൾ കാണുന്നില്ലേ? എത്ര യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നതെന്ന് അറിയാമോ? ഇന്നലെ രാത്രി 12 മണി വരെയാണ് ഒരു പെരുവഴിയിൽ KSU സംസ്ഥാന പ്രസിഡന്റിനെ പോലീസ് നിർത്തിയത്. വെറുതെ നിർത്തി, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്നല്ല, 3 മണിക്കൂറാണ് നിർത്തിയത്. അതെന്താ? സമരം ചെയ്തതിനാണ് യൂത്ത് കോൺഗ്രസ്. പിന്നെ ഈ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലാ ആസ്ഥാനങ്ങളിൽ തിരുവോണത്തടക്കം സമരം ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട ലാസർ കണ്ടില്ലേ? തിരുവോണത്തിന് യൂത്ത് കോൺഗ്രസ്സുകാർ ഊണ് കഴിച്ചോ വീട്ടിൽ നിന്നും? ആ സമരം നിങ്ങൾ കണ്ടില്ലേ? പിന്നെ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും ജില്ലകൾ തോറും ഓടി നടന്ന് ആവേശം പകർന്ന് താങ്കൾ കണ്ടില്ലേ? ഇന്ന് 2 ദിവസമായിട്ട് KPC പ്രസിഡന്റ് കുന്നംകുളത്തും തൃശ്ശൂരുമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ അഭിപ്രായങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ഈ നിർദ്ദേശങ്ങളും ആശയങ്ങളും ഒക്കെ ജനങ്ങൾ അംഗീകരിച്ചത് നിലമ്പൂരിൽ ഇടതുമുന്നണിയുടെ സീറ്റ് തിരിച്ചു പിടിച്ചുകൊണ്ടാണ്. അത് താങ്കൾ കണ്ടില്ലേ? അവിടെ ജനങ്ങൾ എന്തുകൊണ്ടാണ് UDF വോട്ട് ചെയ്തിട്ട് CPM-നെ തോൽപ്പിച്ചത്? സിറ്റിംഗ് സീറ്റല്ലേ? അത് ജനങ്ങൾ കോൺഗ്രസിനൊപ്പം ഉള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ മനസ്സിൽ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക CPM-ന്റെ സമരത്തെക്കുറിച്ചായിരിക്കും. ആ സമരവുമായി വെച്ച് ഇതിനെ അളക്കരുത്. കാരണം CPM-ന്റെ സമരത്തിൽ പോലീസ് ജീപ്പ്, പോലീസ് വണ്ടി, KSRTC ബസ്, ട്രെയിൻ ഇതൊക്കെ ആക്രമിക്കപ്പെടും. അത്തരമൊരു സമരം എന്തായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ബൗദ്ധികമായ സമരം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ശ്രീ ലാസർ മനസ്സിലാക്കണം, വിവരാവകാശ പ്രകാരം കൊടുത്തില്ല പോലീസ് സ്റ്റേഷനിലെ ദൃശ്യം. ഇപ്പം എത്ര ദൃശ്യങ്ങൾ വഴിയായിട്ട് കിട്ടി? നാളെ ലാസറിനൊരു അനുഭവം ഉണ്ടായ ലാസർ ചോദിച്ചാലും കിട്ടും. അതിൻ്റെ വഴിവെച്ചതാരാ? കുന്നംകുളത്തെ 4 യൂത്ത് കോൺഗ്രസ് നേതാക്കളാ, പ്രാദേശിക നേതാക്കളാ. അതാദ്യം മനസ്സിലാക്കൂ. അതാണ് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അടിയും പിടിയും ഉണ്ടാക്കലല്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ അംഗീകാരം നേടാന്നുള്ളതാണ്. അത് തൃക്കാക്കരയും പുതുപ്പള്ളിയും അതുപോലെ പാലക്കാട് ഒന്നും ഞാൻ പറയുന്നില്ല, നിലമ്പൂർ മാത്രം എടുത്താൽ മതി. വയനാട്ടിലത്തെ പ്രിയങ്കയുടെ ഭൂരിപക്ഷവും ഞാൻ പറയുന്നില്ല, നിലമ്പൂർ മാത്രം എടുത്താൽ മതി. പിന്നെ അടുത്ത നിയമസഭയിലത്തെ കാര്യം, ഈ കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹത്തിൻ്റെ തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കഥ ശ്രീ കാരശ്ശേരി മാഷ് അടക്കം ചോദ്യം ചെയ്യുമായിരുന്നു. ഇനി പാർട്ടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം സമൂഹത്തിൽ 2 അഭിപ്രായം വന്നു ശ്രീമതി സ്മൃതി. അതാണ് ഐഷ പോറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഐഷ പോറ്റി വനിതാ നേതാവല്ലേ? ആ അഭിപ്രായമുണ്ട്, 2 അഭിപ്രായമുണ്ട് രാഹുലിൻ്റെ കാര്യത്തിൽ. നമ്മളത് കാണാതിരുന്നുകൂടാ. അദ്ദേഹം തെറ്റുകാരനാണെന്ന് തെളിയിക്കപ്പെട്ടിട്ട് തിരിച്ചു വന്നാൽ MLA സ്ഥാനം തിരിച്ചു കൊടുക്കുമോ എന്ന് ഗോവിന്ദ മാഷ് ചോദിക്കുന്ന പോലെ ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് തെറ്റുകാരനാണോ അല്ലേ എന്ന് തെളിയിക്കാൻ വേണ്ടി നിയമ സംവിധാനമാണ്. അവിടേക്ക് എത്തണം, പോലീസിന് എത്തിക്കാൻ പറ്റുന്നില്ല. പോലീസിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ യുദ്ധമുണ്ടല്ലോ. ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു സൈബർ കൂട്ടം, ആ സൈബർ കൂട്ടം ഇത്രയും കാലം UDF-ന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഭാഗത്തിലേക്ക് പോകുന്നു. അപ്പുറത്ത് VD സതീശിന് വേണ്ടി ഒരു പക്ഷം മറുപടി പറയുന്നു. ഈ തരത്തിൽ കോൺഗ്രസിൽ തന്നെ വലിയ തമ്മിൽ തല്ലാണ് ഈ വിഷയത്തിൽ എന്ന് തോന്നിക്കും വിധത്തിൽ സൈബർ കൂട്ടങ്ങൾ കാര്യങ്ങൾ കൈയടക്കിയാണ്. ഇവരെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം മുതിർന്ന നേതാക്കൾക്ക് പോലുമില്ല. അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി എന്നുള്ളതല്ലേ ഇപ്പോൾ കാണാനാകുന്നത്.
നോക്കൂ ശ്രീമതി സ്മൃതി, സൈബർ കൂട്ടങ്ങൾ എന്നുള്ളത് മുഖമില്ലാത്തതാണ്. ജനങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല. അത് ചർച്ച ചെയ്യുന്ന നമ്മളെ പോലുള്ള കുറച്ച് പേരാണ്. സൈബർ വിഭാഗത്തിലെ സൈബർ ഇടങ്ങളിലെ ഏതെങ്കിലും കീടങ്ങൾ എന്തെങ്കിലും രീതിയിലൊക്കെ പറഞ്ഞാൽ അതൊന്നും ആരും വിലവെക്കില്ല. പ്രത്യക്ഷത്തിൽ ആരാണ് പറയുന്നത്? ഏത് നേതാവാണ് പരസ്പര ഭിന്നാഭിപ്രായങ്ങൾ പറഞ്ഞത്? അഭിപ്രായങ്ങൾ പറയാം, അത് കോൺഗ്രസിൽ പണ്ടും പറയാം. അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ എല്ലാം ഐകകണ്ഠേന പറയുന്ന സ്വഭാവം കോൺഗ്രസിനില്ല. എന്നാലും മിണ്ടുന്നുണ്ടല്ലോ. ഇവിടെ ലാസർ ഷൈൻ മിണ്ടാത്തവരെ കുറിച്ച് കണ്ടില്ലല്ലോ. ഇത്രയും അധികം പോലീസ് മർദ്ദനവും എല്ലാം ഉണ്ടായിട്ടും 12 ദിവസമായിട്ട് എവിടെ സുഹൃത്തെ താങ്കൾ ഒക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മുഖ്യമന്ത്രി? എന്താ മിണ്ടാത്തെ? ഇന്ന് അദ്ദേഹത്തോട് പത്രലേഖകർ ചോദിച്ചു, പോലീസ് മർദ്ദനമാണല്ലോ എന്ന്. ഇങ്ങനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അദ്ദേഹം പോവുക. ഒരു മറുപടി പറയാൻ എന്താ അദ്ദേഹത്തിന് ചങ്കൂറ്റമില്ലാതെ പോയത്? അത് നിങ്ങൾ കാണുന്നില്ലല്ലേ? പാർട്ടി സെക്രട്ടറി എവിടെയാ സുഹൃത്തെ? എവിടെ പോയി വിളിച്ചിരിക്കുക? അത് നിങ്ങൾ കാണുന്നില്ലല്ലേ? പ്രതിപക്ഷ നേതാവ് ദിവസവും എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് കേൾക്കുന്നില്ല. KPCC പറയേണ്ടത് നിങ്ങൾ കേൾക്കുന്നതും കാണുന്നുമില്ല. മുഖ്യമന്ത്രി മിണ്ടാത്ത നിങ്ങൾ കാണുന്നതേയില്ല. പാർട്ടി സെക്രട്ടറി മിണ്ടാത്ത നിങ്ങൾ കാണുന്നതേയില്ല. യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നത് നിങ്ങൾ കാണുന്നതേയില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സ് എനിക്ക് മാറ്റാൻ കഴിയില്ല. ഒന്ന്. പിന്നെ കാരശ്ശേരി മാസ്റ്ററോട് ഒരു കാര്യം പറഞ്ഞു, MLA കുറിച്ച്. MLA എന്നുള്ള സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കാമെന്ന് ആദ്യമേ തന്നെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അതിന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം 2 അഭിപ്രായങ്ങൾ വന്നുകൊണ്ടാണ്. പാർട്ടിക്ക് ചെയ്യാൻ പറ്റാവുന്ന പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താമെന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടി നേതാവല്ല, പാർട്ടിയുടെ സംരക്ഷണവും ഇല്ല, അതുപോലെ തന്നെ പാർലമെന്ററി പാർട്ടിയിലും ഇല്ല. അതാണ് പാർട്ടിക്ക് ചെയ്യാൻ പറ്റാവുന്നത്. പിന്നെ നിയമപരമായിട്ട് അദ്ദേഹം പോരാടണം. ഇവിടെ നിരീക്ഷകനായ ശ്രീ ലാസറെ ഇടതുമുന്നണി MLA-മാരെ കുറിച്ച് എന്താ കാണാത്തത്? അദ്ദേഹം മറന്നുപോയി അവരെക്കുറിച്ച്. ഇടതുമുന്നണിയുടെ 4 MLA-മാർ ഒരു മന്ത്രിയോട് ഇരിപ്പുണ്ട്. ആരോപണം കേട്ടവരാ. കുറ്റപത്രം ഉണ്ട് MLA-ക്ക്. അത് ഞാൻ പറഞ്ഞുതരാം, താങ്കൾ മറന്നു. പക്ഷേ കുറ്റപത്രം ഉള്ള MLA നിയമസഭയിൽ ഇരിപ്പുണ്ട്. അതും താങ്കൾ കാണണം. ഏകപക്ഷീയമായി കാണരുത്. നിരീക്ഷണം എന്ന് പറയുമ്പോൾ ഒന്നിൽ എന്നെ പോലെ നിരീക്ഷിക്കാം, കോൺഗ്രസ് പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിരീക്ഷണമാവാം, അല്ലെങ്കിൽ 2 എന്തുകൊണ്ടാണ് കാരശ്ശേരി മാസ്റ്റർ ചിന്തയിൽ വന്ന കാര്യം അദ്ദേഹം പറയുന്നു, ലാസർ ഷൈന് തോന്നിയ കാര്യം ലാസർ ഷൈൻ പറയുന്നു. ലാസർ ഷൈൻ പറയുന്നുണ്ടല്ലോ, ഇവിടെ നിരവധി വിഷയങ്ങളുണ്ട്. 10 വർഷമായിരിക്കുന്ന ഭരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികളുണ്ട്. അത് ആ രൂപത്തിൽ ഉന്നയിക്കാൻ കഴിയുന്നുണ്ടോ, അതോ നിങ്ങൾ പ്രതിരോധത്തിലാണോ എന്ന് ചോദ്യം ചോദിച്ചൂടെ? നോക്കൂ ശ്രീമതി സ്മൃതി, ഞാൻ ഈ 2 പേരുടെയും കാരശ്ശേരി മാഷിൻ്റെ സുഹൃത്തും എല്ലാമാണ് അദ്ദേഹത്തിന്. കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞതാണെങ്കിലും ലാസർ പറഞ്ഞതാണെങ്കിലും ശരി, ഞാൻ അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഞാൻ വിമർശിക്കുന്നത്. കാരണം ഒരു ഭാഗത്തെ കുറിച്ച് മാത്രം അദ്ദേഹം എന്താ പറഞ്ഞത്? യൂത്ത് കോൺഗ്രസ് എവിടെയെന്ന് അദ്ദേഹം ചോദിച്ചത്? യൂത്ത് കോൺഗ്രസ് എവിടെയെന്ന് അദ്ദേഹം ചോദിച്ചത് തെറ്റല്ലേ ശ്രീമതി സ്മൃതി? കാരണം യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ല, ശരി, ഒരു കമ്മിറ്റിയാണ് യൂത്ത് കോൺഗ്രസ്. ആ കമ്മിറ്റിക്ക് വൈസ് പ്രസിഡന്റുമാരുണ്ട്. ആ വൈസ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് ഇന്ന് സമരം നടക്കുന്നത്. ജില്ലാ കമ്മിറ്റികളാണ് സമരം നടത്തുന്നത്. അതാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പ്രസിഡന്റ് രാജിവെച്ചാൽ ഈ പ്രസിഡന്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ സംഘടന ഇല്ലാതാകുന്നില്ല. അവിടെ വേറെ കൂട്ടായ ഉത്തരവാദിത്തമുള്ള നേതൃനിരയുണ്ട്. 2 വൈസ് പ്രസിഡന്റുമാരാണല്ലോ. ഒരാളെ പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരാളെ അങ്ങ് തീരുമാനിക്കുമ്പോൾ അപ്പുറത്തുനിന്നും പൊട്ടുകയാണ്. അല്ല, അങ്ങനെയല്ല. അതിനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സ്വഭാവത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെയും ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായത്തോടെ തുടക്കത്തിലെ എതിർപ്പുള്ള ഒരാളാണ് ഞാൻ. അത് ഞാൻ മറച്ചു വെച്ചുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു നോമിനേഷനാണ്. ആ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ യൂത്ത് കോൺഗ്രസിന് ഒരു ചട്ടവും ഭരണഘടനയൊക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയില്ല. ഇന്ന സ്ഥാനത്തുള്ളവരെ ഇന്ന സ്ഥാനത്ത് വെക്കണമെന്നും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ജനറൽ സെക്രട്ടറിമാർ ഇന്ന സ്ഥലത്തിലേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നൊക്കെ ചട്ടമുണ്ട്. അതൊക്കെ പാലിക്കപ്പെടണം. അതിൽ കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനത്തിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഇവിടെ പറയുന്നത് വെച്ചാൽ, ഞാൻ ഈ നമ്മുടെ ലാസർ ഷൈൻ്റെ അഭിപ്രായമാണെങ്കിലും അതുപോലെ കാരശ്ശേരി മാസ്റ്ററുടെ അഭിപ്രായമാണെങ്കിലും ആ അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിൽ നമുക്ക് തോന്നുമല്ലോ ചില കാര്യങ്ങൾ. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ഒരു വാക്ക് ഞാൻ ലാസറിൽ നിന്ന് പ്രതീക്ഷിച്ചു. കാരണം ഇത് കേരളം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമല്ല. കേരളം ഏറ്റവും ചർച്ച ചെയ്യുന്ന വിഷയം പോലീസുകാർ തല്ലുന്നവരുടെ എണ്ണം കൂടുകയാണ് സുഹൃത്തെ. എല്ലായിടത്തും കോൺഗ്രസ്സുകാർ മാത്രമല്ല, CPM-കാർക്ക് അടി കിട്ടുന്നു, മുസ്തഫയുടെ പാർട്ടിക്കാർക്കും അടി കിട്ടുന്നു, എല്ലാവർക്കും കിട്ടുന്നുണ്ട് അടി. അതിലെന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല? ഇന്നടക്കം സ്മൃതി ഒന്ന് കാണിച്ചു കൊടുക്കുക. ആ സീൻ മുഖ്യമന്ത്രി പത്രലേഖയുടെ മുമ്പിൽ കൂടെ പോകുന്ന സീനെന്ന് കാണിച്ചു കൊടുക്കുക. തീർച്ചയായും. അപ്പൊ അത് മനസ്സിലാക്കുമ്പോൾ എന്നെ പോലുള്ളത് ഇത് പറയാൻ തോന്നും. ഈ 2 പേരെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. തീർച്ചയായും. മുസ്തഫയിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. Debate with Smriti Parithikar.